കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ PPRC തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഇടതുമുന്നണിയുടെ ഭരണത്തെ വിശകലനം ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു തലക്കെട്ട് എന്ത് വേണം എന്ന് ആലോചിക്കുമ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയവർക്ക് അതിൽ അധികം മെനക്കെടേണ്ടി വന്നിട്ടുണ്ടാവില്ല. കേരള സ്റ്റോറി ഒരു വഞ്ചനയുടെ കഥ. ഈ പേരിൽ ദില്ലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പബ്ലിക് പോളിസി റിസർച്ച് സെന്റർ ഇൻഫോഗ്രാഫിക്കാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഒരിക്കൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിച്ചിരുന്ന കേരളം PPRC റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ അറിയപ്പെടുന്നത് കുറ്റകൃത്യങ്ങളുടെ, ആക്രമങ്ങളുടെ അസ്വസ്ഥജനകമായ തലത്തിലേക്ക് നീങ്ങുകയാണെന്നാണ്. BJP നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പേർക്ക് വധശിക്ഷ വിധിച്ചതുപോലുള്ള ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ ഈ സ്ഥിതിഗതികളുടെ തീവ്രത ഉയർത്തിക്കാട്ടുന്നു. പിണറായി വിജയന്റെ ആദ്യ ഭരണകാലത്ത് 32 രാഷ്ട്രീയ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സംസ്ഥാനത്തെ വ്യാപകമായ അക്രമ സ്വഭാവത്തിന് അടിവരയിടുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതി തടസ്സപ്പെടുത്തുന്നത് അപര്യാപ്തമായ ബജറ്റ് വിഹിതവും നയങ്ങളും മൂലം വർദ്ധിച്ചു വരുന്ന ധനക്കമ്മിയും പൊതുകടവും ഒക്കെയാണ്. അങ്ങനെ വഷളാകുന്ന ഒരു ധനസ്ഥിതി തന്നെയാണ് ഒരു സംസ്ഥാനത്ത് പതിവായ രാഷ്ട്രീയ അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? സംസ്ഥാനത്തെ ഭരണപരാജയം, ക്രമസമാധാന നില തകർന്നതിന്റെ ഒക്കെ തെളിവാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല വെല്ലുവിളികളെ നേരിടുകയല്ലേ? സംസ്ഥാന സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയിലെ സാമ്പത്തിക ഞെരുക്കം, സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം, ആരോഗ്യരംഗത്തെ കേന്ദ്ര പദ്ധതികളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ കൈമലർത്തുന്നവർ, അശാസ്ത്രീയമായ കൃഷി രീതികൾ, വർദ്ധിച്ച കീടനാശിനി ഉപയോഗം, കൃഷിയിടങ്ങൾ ചുരുങ്ങുന്നത് തുടങ്ങി കാർഷിക മേഖലയിൽ കേരളം വലിയ പ്രതിബന്ധങ്ങളെ നേരിടുകയാണ്. ഈ വെല്ലുവിളികൾക്കിടയിലും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സംരംഭങ്ങൾ സംസ്ഥാനത്തിന് നിർണായക പിന്തുണയാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക രംഗം കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണ്. സാമ്പത്തിക ശക്തിയുടെ നിർണായക സൂചകമാണ് ധനക്കമ്മി. ഇത് 2022-23 2.44% ആയിരുന്നത് 2024-25 3.4% ഉയർന്നു. ഇത് ഡെബിറ്റ് മാനേജ്മെന്റിലെ അസ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. അതേസമയം റവന്യൂ കമ്മി സമാനമായി ഒരു പ്രതീക്ഷയ്ക്കും വക നൽകുന്നില്ല. 2022-23 മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.88% നിന്ന് 2024-25 2.12% ഉയർന്നു. നിരന്തരം ധനക്കമ്മി വർദ്ധിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇതിൽ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ളതാണ് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചെലവ് വിഹിതത്തിലും വിഷമകരമായ രീതി തന്നെയാണ്. മൂലധന ചെലവിൽ 10% മാത്രം ഒഴികെ ഏകദേശം 90% റവന്യൂ ചെലവിലേക്കാണ് പോകുന്നത്. ഈ അസന്തുലിതാവസ്ഥ നിർണായക അടിസ്ഥാന സൗകര്യ വികസനത്തെ അവഗണിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ഇത് ധനക്കമ്മി വർദ്ധിപ്പിക്കുന്നു. PPRCയുടെ റിപ്പോർട്ട് മൊത്തത്തിൽ കാണിക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുന്നത് പൊതുകടത്തിന്റെ ക്രമാനുഗതമായ വർധനയാണ് എന്നാണ്. 2016-17 17,926.14 കോടി രൂപ ആയിരുന്നത് 2024-25 35,988.28 കോടി രൂപയായി. ഇത് വായ്പ എടുക്കുന്നതിൽ വിവേകപൂർണമായ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്ന ഒന്നാണ്. കുടിശ്ശികയുള്ള കടം 154.47% വർദ്ധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. 2016-17 മുതൽ 2024-25 വരെ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ ഭീകരമായ ചിത്രമാണ് ഇത് വരച്ചു കാട്ടുന്നത്. കൂടാതെ വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി തുടങ്ങിയ നിർണായക മേഖലകൾക്കുള്ള ബജറ്റ് വിഹിതത്തിൽ കുറവ് കേരളത്തിന്റെ സാമൂഹിക ക്ഷേമത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും കാര്യമായ ഭീഷണി ഉയർത്തുന്നു. കേന്ദ്ര നികുതിയുടെ കേരളത്തിന്റെ വിഹിതം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് വർദ്ധിച്ചു വരുന്ന പിന്തുണയുടെ സൂചനയാണെന്നും ഡോക്ടർ സുമിത് ഭാസിൻ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇടതുമുന്നണി ഭരണം കേരളത്തിന് നൽകിയ ആ ഒരു വഞ്ചനയുടെ കഥകൾ അതിനെ വളരെ സമഗ്രമായി തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വിശകലനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.